ദേശാഭിമാനിക്കും CPM-നും വലിയ ചോദ്യങ്ങൾ, തിരിച്ചടികൾ. KSU നേതാവിനെതിരായ വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണം കെട്ടിച്ചമച്ചത് ദേശാഭിമാനിയെ തള്ളി പോലീസ് റിപ്പോർട്ട് മാധ്യമങ്ങൾ വാർത്ത ചർച്ചയാക്കിയതോടെ സോഷ്യൽ മീഡിയയും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. KSU നേതാവിനെതിരായ വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ പോലീസിന്റെ ക്ലീൻ ചിറ്റ്. KSU സംസ്ഥാന കൺവീനർ അൻസിൽ ജലീൽ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയതായി CPM മുഖപത്രത്തിന്റെ വാർത്തയിൽ കഴമ്പില്ലെന്ന് കാണിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ച പരാതിയിലായിരുന്നു അന്വേഷണം. കേരള സർവകലാശാലയുടെ BCom ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചെന്നായിരുന്നു അൻസിലിനെതിരായ കേസ്. മുൻ SFI നേതാവ് K. വിദ്യ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചുവെന്ന വിവാദമുണ്ടായിരുന്ന സമയത്തായിരുന്നു അൻസിൽ ജലീലിനെതിരെ ആരോപണവുമായി ദേശാഭിമാനി രംഗത്ത് വന്നത്. PG പ്രവേശനത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതിൽ മുൻ SFI ഏരിയ സെക്രട്ടറി നിഖിൽ തോമസിനെതിരെയും ആരോപണമുയർന്നത് ഈ സമയത്തായിരുന്നു. പാർട്ടി മുഖപത്രത്തിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലയ്ക്ക് നൽകിയ പരാതി DGPക്ക് നൽകുകയും അത് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയുമായിരുന്നു. കന്റോൺമെന്റ് പോലീസായിരുന്നു കേസിൽ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന റിപ്പോർട്ട് നൽകിയത്. പരാതി വ്യാജമെന്നും കേസ് അവസാനിപ്പിക്കുന്നുവെന്നും പോലീസ് കോടതിയെ അറിയിച്ചു.